ഉദ്ഘാടന സമയത്ത് കടത്ത് ചങ്ങാടം മുങ്ങിയത് വൈറൽ കാഴ്ചയായിരുന്നു. പഞ്ചായത്തിന്റെ അഴിമതിയുടെ ഉദാഹരണം എന്നൊക്കെ പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ അന്ന് വലിയ ചർച്ചകളും നടന്നു. 2 വർഷം മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ വെള്ളത്തിൽ വീണ ആ പഞ്ചവടി പാലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോവാം. അപകടം നടന്ന ചെങ്ങാടത്തിലാണ് ഞാനുള്ളത്. അന്ന് മറിഞ്ഞ ആ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സുരേഷേട്ടനാണ് എന്നോടൊപ്പം ഉള്ളത്. എന്താണ് സംഭവിച്ചത്? സ്ത്രീകൾ മുൻകൈയെടുത്ത് അവർ തന്നെ സംഭാവന പിരിച്ച് ഉണ്ടാക്കിയ ഒരു ജങ്കാറാണ്, ഒരു കടത്താണിത്. ഒരു കരയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിനിധീകരിക്കുന്ന വാർഡും മറുകരയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രതിനിധീകരിക്കുന്ന വാർഡുമാണ്. ഇതുണ്ടാക്കിയതിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ ഞാനും വൈസ് പ്രസിഡൻറ്റും കൂടി ഇതിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തി. ഉദ്ഘാടനം ചെയ്ത് മറുകരയിലേക്ക് എത്തി അവിടെ ഒരു കല്ലിൽ ചെന്ന് ഇത് കയറി അവിടുന്ന് കൂടുതൽ ആളുകളുമായിട്ട് തിരിച്ചിറങ്ങുമ്പോൾ ജങ്കാർ മറിയുകയാണ് ഉണ്ടായത്. അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിയായിരുന്നു മറിഞ്ഞപ്പോഴുണ്ടായിരുന്നത്. കരയ്ക്ക് കയറി എല്ലാവരും രക്ഷപ്പെട്ട് കയറി കഴിഞ്ഞപ്പോൾ ഒരു രസകരമായിട്ടുള്ള കാര്യമായിട്ട് തോന്നി. അതിനുശേഷം അത് വീഡിയോയിലും സോഷ്യൽ മീഡിയയിലും എല്ലാം വന്ന് വൈറലായി കഴിഞ്ഞപ്പോഴാണ് അതിനെ സംബന്ധിച്ചുള്ള പുതിയ വ്യാഖ്യാനങ്ങളെല്ലാം വരുന്നത്. പഞ്ചായത്ത് പണം മുടക്കി നടത്തിയ അഴിമതി പരിപാടിയാണ്, പഞ്ചായത്ത് മെമ്പറും പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ജങ്കാർ മറിഞ്ഞു എന്നൊക്കെ പറഞ്ഞുള്ള വ്യാഖ്യാനങ്ങളെല്ലാം വരുന്നത്. അത് വന്നപ്പോൾ ചെറിയൊരു വിഷമം തോന്നി. സത്യത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു പാലമോ അങ്ങനെ വരേണ്ട കാര്യമുണ്ടോ? ഇവിടെ അങ്ങനെ ഒരു കണക്ട് ചെയ്യുന്ന റോഡും മറ്റു കാര്യങ്ങളും ഒന്നുമില്ല. അങ്ങനെയുള്ള വ്യാപാര സ്ഥാപനങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും അങ്ങനെ ഇല്ല. ഇവിടെ അപ്പുറവും ഇപ്പുറവും ഉള്ള സ്ത്രീകൾക്ക് പരസ്പരം ബന്ധപ്പെടുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ച് അവരാണ് മുൻകൈയെടുത്തത്. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പം 2 കരകളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്നായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ അന്ന് അപകടം പറ്റിയപ്പം ഒരു വലിയ പേടിയുണ്ടായോ? ഇപ്പം ചിരിക്കുന്നെങ്കിലും സ്വാഭാവികമായിട്ട് ഇത് തലകീഴായി മറിയുകയായിരുന്നു. ആഴം കുറഞ്ഞ സ്ഥലമാണ്, വീതി കുറഞ്ഞ ചെറിയൊരു കാര്യമാണ്, എല്ലാവർക്കും നീന്തലറിയാവുന്നവരാണ്. പക്ഷേ ഇത് മറിഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ഭയം ഉണ്ടായിരുന്നു. കാരണം നീന്തലറിയാൻ വയ്യാത്ത സ്ത്രീകളും വള്ളത്തിലുണ്ടായിരുന്നു. 75 വയസ്സായ മുൻ പഞ്ചായത്ത് മെമ്പർ മൂന്നഞ്ചേട്ടനുണ്ടായിരുന്നു. വൈസ് പ്രസിഡൻറ്റ് സ്ത്രീയാണ് ഇതിലുണ്ടായിരുന്നത്. അവർ സാരിയൊക്കെ ഉടുത്താണ് വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്നൊക്കെയുള്ള ഒരു ആദ്യം അവരെ സംബന്ധിച്ച് ആലോചിച്ചാണ് എനിക്കൊരു വെപ്രാളം ഉണ്ടായത്. പിന്നെ അവരുടെ സാരിയെ പിടിച്ചു പൊക്കി എല്ലാവരും കൂടെ കരയ്ക്ക് നിന്നവരും കൂടെ ചാടി ആളുകളെ രക്ഷപ്പെടുത്തി എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും ഒരു തമാശയായിട്ടാണ് അന്നേരം തോന്നിയത്. അപ്പോൾ എന്തായാലും നമ്മളൊക്കെ വളരെ ചിരിച്ച ഒരു സംഭവമായിരുന്നു ഇത്. അന്ന് അപകടത്തിൽപ്പെട്ട സുരേഷേട്ടനും അപകടത്തിൽപ്പെട്ടിരുന്നു. ഭാഗ്യത്തിന് അങ്ങനെ ആർക്കും അപകടമൊന്നും ഉണ്ടായില്ല. എന്ന് മാത്രമല്ല, ഇത് പഞ്ചായത്തിൻ്റെ അഴിമതിയൊക്കെ ഉള്ളതെന്നുള്ളൊരു ഒരു വ്യാഖ്യാനമുണ്ടായിരുന്നു. പഞ്ചായത്തിന് ഇത് ബന്ധമൊന്നുമില്ല, നാട്ടുകാരൊക്കെ കൂടെ പിരിച്ച് വാങ്ങിയതാണ് ഈ ചെറിയ കടത്ത് ജങ്കാറ്. ഒപ്പം തന്നെ ഇവിടെ ഈ ജങ്കാറ് സത്യത്തിൽ ആളുകൾക്ക് വലിയ അത്യാവശ്യമുള്ളൊരു കാര്യമല്ല. പാലമൊന്നും വരേണ്ട ഒരു സാഹചര്യം ഇവിടെയില്ല. ബാക്കി കണക്ടിവിറ്റിയൊക്കെ ചുറ്റും ഇവിടെ ഉണ്ട് താനും. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.